video, we are going to discuss about IT applications. IT means Information Technology. It is often used as Information and Communication Technology or ICT. Information and Communication Technology is more specific in integrating telecommunication and computers, comprising of many technologies for capturing, storing, processing, interpreting and printing information. ഇൻഫർമേഷൻ ടെക്നോളജിയെ തന്നെയാണ് നമ്മൾ ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. സോ ഈ ഒരു ടെക്നോളജിയിൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകളും കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകളും കൂട്ടിച്ചേർത്ത് നമുക്ക് ഇൻഫോർമേഷൻസിനെ ക്യാപ്ചർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് IT അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഈ വീഡിയോയിൽ നമ്മൾ ITയുടെ അപ്ലിക്കേഷൻസിനെയാണ് പരിചയപ്പെടുന്നത്. മെയിൻലി ദർ ആർ 3 types of IT applications. നമ്മൾ ഈ ഒരു വീഡിയോയിൽ 3 ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ITയുടെ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ്, ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ കോമൺലി യൂസ് ചെയ്യുന്ന IT അപ്ലിക്കേഷൻസ് ആണ് ഗവേണൻസ്, ബിസിനസ്, ലേണിംഗ്. ഫസ്റ്റ് വൺ ഗവേണൻസ്. E-governance or electronic governance is the application of ICT for delivering government services to citizens in a convenient, efficient and transparent manner. E-governance എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ICT ആപ്ലിക്കേഷൻ്റെ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ് ഗവേണൻസ്. അതായത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് വളരെ എളുപ്പത്തിലും വളരെ സുഗമമായും സുതാര്യമായും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ITയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഗവേണൻസ്. അതായത് ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ സർവീസസും വളരെ ഈസി ആയിട്ട് എല്ലാ സിറ്റിസൺസിനും അല്ലെങ്കിൽ എല്ലാ പൗരന്മാർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഗവേണൻസ്. The objective of e-governance is to ensure that the services of the government reach the public promptly and efficiently. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും എല്ലാ ജനങ്ങളിലേക്കും എത്തും എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസസും എല്ലാ പൗരന്മാരിലേക്കും എത്തിച്ച് അവർക്ക് എല്ലാവർക്കും ആ ഒരു ആനുകൂല്യം എത്തിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗവേണൻസ് ഓർ ഇലക്ട്രോണിക് ഗവേണൻസ്. There are 4 types of interactions in e-governance. So e-governance നടക്കുന്നത് 4 തരത്തിൽ ഇൻട്രാക്ഷൻ ഉണ്ട് ഗവൺമെൻറ്റും. ഇതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ is G2G or government to government. Second interaction, government to citizens, G2C. Third one, government to business, G2B. Fourth one, government to employees, G2E. അങ്ങനെ 4 വ്യത്യസ്തങ്ങളായ ഇൻട്രാക്ഷൻസ് ആണ് ഗവേണൻസിലുള്ളത്. G2G, ഗവൺമെൻറ് ടു ഗവൺമെൻറ്, G2C, ഗവൺമെൻറ് ടു സിറ്റിസൺസ്, G2B, ഗവൺമെൻറ് ടു ബിസിനസ്, G2E, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. എന്താണ് G2G ഓർ ഗവൺമെൻറ് ടു ഗവൺമെൻറ്? സോ ആ പേര് പോലെ തന്നെ ഗവൺമെൻറ് ടു ഗവൺമെൻറ് മീൻസ് it is an electronic sharing of data and information among government agencies, departments or organizations. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ഗവൺമെൻറ്റിലേക്ക് തന്നെ ഷെയർ ചെയ്യുക. അതായത് ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്തങ്ങളായ ഏജൻസീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഓർഗനൈസേഷനിലേക്കൊക്കെ ഓരോ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും പരസ്പരം ഷെയർ ചെയ്യുന്ന ഇൻട്രാക്ഷനെയാണ് നമ്മൾ G2G. It is the electronic sharing of data and informations between different government agencies, departments or organizations. അപ്പോൾ ഇൻട്രാക്ഷൻ നടക്കുന്നത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഏജൻസികൾ, ഓർഗനൈസേഷൻസും അങ്ങനെ അവരുടേതായ ഡാറ്റാസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഇൻട്രാക്ഷനാണ് G2G എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കേസാണ് G2C, ഗവൺമെൻറ് ടു സിറ്റിസൺസ്. It creates an interface between the government and citizens. സോ ഈ ഒരു സേവനമാണ് പൊതുജനങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ എത്തിക്കാനുള്ള ഇൻട്രാക്ഷനാണ് ഗവൺമെൻറ് ടു സിറ്റിസൺസ്.
സോ ഇറ്റ് ഇൻക്രീസസ് ദ അവൈലബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ഓഫ് പബ്ലിക് സർവീസസ്. അപ്പോൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സേവനങ്ങളും ഗവൺമെൻറ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഗവൺമെൻറ് ടു സിറ്റിസൺസ്. Government to business. It is used to aid the business community to interact with the government. ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് അവരുമായി ഇൻട്രാക്ട് ചെയ്യാൻ, ഗവൺമെൻറ്റിന് ബിസിനസ് കമ്മ്യൂണിറ്റിയുമായി ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രാക്ഷനെയാണ് ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറയുന്നത്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു കട്ട് റെഡ് ടാപ്പിസം, save time, reduce operational cost and create a more transparent business environment while dealing with the government. സാധാരണ ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരുപാട് ചുവപ്പ് നാടുകളും അല്ലെങ്കിൽ അതുപോലെ അവരുടെ ഒരുപാട് സമയം നഷ്ടവും അവരുടെ ചിലവുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബിസിനസ് മേഖലകളിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഗവൺമെൻറ്റും ബിസിനസ്സും കമ്മ്യൂണിറ്റീസും തമ്മിൽ നടക്കുന്ന ഇൻട്രാക്ഷനാണ് ഗവൺമെൻറ് ടു ബിസിനസ്. And the last one is government to employees. This interaction is a two-way process between the government and the employees. ഇതൊരു ടു-വേ പ്രോസസ്സാണ്. ഗവൺമെൻറ് എംപ്ലോയീസുമായി ഇൻട്രാക്ട് ചെയ്യാം, അതേപോലെ എംപ്ലോയീസിന് ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് ഗവൺമെൻറ്റുമായി ഷെയർ ചെയ്യാൻ അവരുടെ salary and personal details of government employees are also managed through e-governance services. സാലറി, അതായത് എംപ്ലോയീസിൻ്റെ സാലറി, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഗവൺമെൻറ് ഇറക്കുന്ന ഓരോ സർക്കുലേഴ്സ് അല്ലെങ്കിൽ ഓരോ ഓർഡേഴ്സ് എല്ലാം എംപ്ലോയീസിലേക്ക് എത്തിക്കുന്നതെല്ലാം G2E വഴിയാണ്, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. സോ അങ്ങനെ 4 ഇൻട്രാക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു സിറ്റിസൺസ്, ഗവൺമെൻറ് ടു ബിസിനസ്, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. E-governance infrastructure. In India, the e-governance infrastructure mainly consists of, ഇപ്പോൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉദ്ദേശിക്കുന്ന e-governance എങ്ങനെ നടപ്പിലാക്കാം അതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. സോ മെയിൻലി ഇവിടെ 3 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ SDC, സ്റ്റേറ്റ് ഡാറ്റ സെൻറ്റേഴ്സ്. സെക്കൻഡ് വൺ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഓർ SWAN. തേർഡ് വൺ കോമൺ സർവീസ് സെൻറ്റേഴ്സ് ഓർ CSC. ഈ ഒരു 3 ഘടകങ്ങൾ കൂടി ചേർന്നാലാണ് ഈ ഗവേണൻസ് പൂർത്തിയാവുന്നത്. അപ്പോൾ നമുക്കൊരു ഫിഗർ നോക്കാം. സോ ഇത് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ആവശ്യമായ ഡാറ്റയും ഇൻഫോർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ. ദിസ് ഇസ് എ ഡാറ്റാബേസ് ഫോർ സ്റ്റോറിങ് ദ ഡാറ്റ. അതിനെയാണ് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മൊത്തം കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് SWAN. കാരണം എല്ലാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ എവിടെയാണോ അവർ മൊത്തം കവർ ചെയ്യുന്നത്, എത്ര പരിധിയിൽ നമ്മൾ കവർ ചെയ്യണം, അത് നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, ഇത് നെറ്റ്വർക്ക് കൊടുക്കാനുള്ള ഏരിയ SWAN എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എ കോമൺ സർവീസ് സെൻറ്റേഴ്സ്. അതായത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഇത് ആർക്കാണോ എത്തിക്കുന്നത്, എന്ത് സേവനമാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇൻ്റർഫേസാണ് കോമൺ സർവീസ് സെൻറ്റർ. നമുക്ക് ഒന്നും കൂടെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ഡാറ്റ സെൻറ്റർ ഓർ SDC. സോ സ്റ്റേറ്റ് ഡാറ്റ സെൻറ്റർ പ്രൊവൈഡ്സ് സെവറൽ ഫങ്ഷണാലിറ്റീസ്. ഒരുപാട് ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു ഗുണം അപ്പോൾ ഡാറ്റ സെൻറ്ററാണ്. ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള സെൻറ്ററാണ് സ്റ്റേറ്റ് ഡാറ്റ സെൻറ്റർ. സോ ഇറ്റ് കീപ് സെൻട്രൽ ഡാറ്റ റിപ്പോസിറ്ററി ഓഫ് ദ സ്റ്റേറ്റ്. നമ്മളുടെ സ്റ്റേറ്റിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട രേഖകളും ഇൻഫോർമേഷൻസും എല്ലാം സ്റ്റോർ ചെയ്യുന്ന ആ ഡാറ്റാ ബേസിനെയാണ് ഡാറ്റ സെൻറ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ് സെക്യൂർ ഡാറ്റ സ്റ്റോറേജ്. കാരണം അതിന് അത്രയും പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ട് സെക്യൂർ ആയിട്ട് ഡാറ്റ സ്റ്റോറേജ് ആണ്. ആൻഡ് ഓൺലൈൻ ഡെലിവറി ഓഫ് സർവീസസ്, സിറ്റിസൺസ് ഇൻഫോർമേഷൻസ് ഓർ സർവീസസ് പോർട്ടൽ, ഡിസാസ്റ്റർ റീകവറി, ഇതെല്ലാം നടക്കുന്നത് സ്റ്റേറ്റ് ഡാറ്റ സെൻറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ഡാറ്റാ ബേസിലാണ്. ദിസ് ഇസ് എ ഏരിയ ഫോർ സ്റ്റോറിങ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻസ് ഓഫ് ദ പെർട്ടിക്കുലർ എന്താണോ പാർക്കാണ്. ഫോർ എക്സാമ്പിൾ ഈ ഗവേണൻസിനാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഡാറ്റ ഇൻഫോർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയയാണ് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ അല്ലെങ്കിൽ SDC. ഈ ഫിഗറിൽ കാണുന്ന ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു പോർഷൻ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ ആദ്യത്തെ ഭാഗമാണ് SDC, സ്റ്റേറ്റ് ഡാറ്റ സെൻറ്റർ. രണ്ടാമത്തെ കേസാണ് SWAN. ഇപ്പോൾ ഇവിടെ കേരള സ്റ്റേറ്റ് ആണെങ്കിൽ KSWAN, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നമുക്കറിയാം വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മൊത്തം ഗ്ലോബ് വരെ കവർ ചെയ്യാനുള്ള സ്പേസ് ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് ദ ഹോൾ സ്റ്റേറ്റ്. കേരള മൊത്തം കവർ ചെയ്യാനുള്ള നെറ്റ്വർക്കാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്.
So it connects Tirunelvelim, Kochi and Kozhikode as its hub. And a hub കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടാണുള്ളത് and extends to all the 14 districts. ബാക്കിയുള്ള 14 ജില്ലകളിലേക്കും അത് ആ നെറ്റ്വർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത് മെയിൻ ലക്ഷ്യം നമുക്കറിയാം, നെറ്റ്വർക്കിൻ്റെ ലക്ഷ്യം നമുക്കറിയാം. ഇവിടെ ഗവേണൻസ് ആയതുകൊണ്ട് ഈ ഒരു 4 ഇൻട്രാക്ഷൻസും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യാനാണ്. ഇറ്റ് കണക്ട്സ് എ ലാർജ് നമ്പർ ഓഫ് വേരിയസ് ഓഫീസസ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ പ്രൊവൈഡിങ് G2G, G2C, G2B and G2E സർവീസസ്. ഈ സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിൽ കണക്ട് ചെയ്യാൻ, അവിടുത്തെ എല്ലാ ഓഫീസസും തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ കാസ്വാൻ യൂസ് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. സോ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഫോർ കണക്റ്റിംഗ്. നമ്മളെല്ലാ ജില്ലകളെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തേത്, അപ്പോൾ നെറ്റ്വർക്കായി ഡാറ്റ സ്റ്റോർ ചെയ്തു, ഇനി ഈ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് മൂന്നാമത്തെ ഭാഗം. കോമൺ സർവീസ് സെൻറ്റർ, CSC. സർവീസ് സെൻറ്റർ നമുക്കറിയാം, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ് സർവീസ് സെൻറ്റർ അല്ലേ. സോ കോമൺ സർവീസ് സെൻറ്റേഴ്സ് ആർ ദ ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്, പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ സെക്ടർ സർവീസസ് ഫോർ ദ റൂറൽ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളിലേക്കും, ഈവൻ റൂറൽ സിറ്റിസൺസിനെ വരെ സേവനങ്ങൾ എത്തിക്കാനുള്ള ഒരു ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിന്റിനെയാണ് നമ്മൾ കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത്. സോ ഇൻ കേരള അക്ഷയ സെൻറ്റേഴ്സ് ആർ വർക്കിംഗ് ആസ് കോമൺ സർവീസ് സെൻറ്റേഴ്സ്. കേരളത്തിൽ അക്ഷയ സെൻറ്ററാണ് ജനങ്ങളിലേക്ക് ഈ സേവനങ്ങളെല്ലാം എത്തിക്കുന്നത്. അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സേവനമാണോ വേണ്ടത് അതെല്ലാം അവർ അക്ഷയ സെൻറ്റേഴ്സിലൂടെ നമുക്ക് ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതേപോലെ സാലറി സർട്ടിഫിക്കറ്റ്, എന്ത് തരം സർട്ടിഫിക്കറ്റ്സ് വേണോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആ രീതികളെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അക്ഷയകളാണ്. സോ അക്ഷയ ഈസ് ദ കോമൺ സർവീസ് സെൻറ്റേഴ്സ് ഇൻ കേരള. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ടെലിഫോൺ ബിൽ അടയ്ക്കാം, വാട്ടർ ബിൽ, ഇലക്ട്രിസിറ്റി ബില്ലെല്ലാം അക്ഷയയിൽ അടയ്ക്കാം. അതേപോലെ ഓൺലൈൻ നമുക്ക് അപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. അതേപോലെ വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ജനറേറ്റ് ചെയ്യാനും, അതേപോലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സർവീസ് സെൻറ്റേഴ്സാണ്. സോ അതിനൊരു മെയിൻ എക്സാമ്പിളാണ് അക്ഷയ. സോ ദീസ് ആർ ദ 3 കമ്പോണൻറ്റ്സ് ഓഫ് ഇ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ. ഒന്നുകൂടെ പറയാം ആ 3 കമ്പോണൻറ്റ്. SDC, State Data Center for storing data and information. SWAN, State Wide Area Network used for connectivity. CSC, Common Service Center for providing for services as a front end ആയിട്ട് സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനാണ് കോമൺ സർവീസ് സെൻറ്റർ. സോ ദീസ് ആർ ദ 3 കമ്പോണൻറ്റ്സ് ഓഫ് ഇ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ. ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. എന്തൊക്കെയാണ് ഇ ഗവേണൻസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഓട്ടോമേഷൻ ഓഫ് ഗവൺമെൻറ് സർവീസസ്. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക് സർവീസായി അതായത് ഇലക്ട്രോണിക് സർവീസ് ആയി കഴിഞ്ഞു. നമുക്ക് ത്രൂ ഇൻ്റർനെറ്റ് ഈസി ആയിട്ട് എല്ലാ സേവനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. Second point, it strengthens the democracy by ensuring greater participation of citizens at all levels of governance. നമുക്ക് ജനങ്ങളിലേക്ക് അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വഴി ഡെമോക്രസിയെ തന്നെ സ്ട്രെങ്തൻ ആക്കാൻ ഈ ഗവേണൻസ് ഹെൽപ്പ് ചെയ്യും. More transparency in the functioning and thus helps eliminate corruption. അതായത് ഇതിൽ സുതാര്യത, എല്ലാ ചെയ്യുന്ന ജോലികളും ഈ ഗവേണൻസ് ആയതുകൊണ്ട് തന്നെ അത് ജനങ്ങളെല്ലാം കാണുന്നത് കൊണ്ട് തന്നെ ഇവിടെ കറപ്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഒരു പരിധിവരെ എലിമിനേറ്റ് ആവും. ലാസ്റ്റ് വൺ, ഇറ്റ് സേവ്സ് അൺനെസസറി വിസിറ്റ്സ് ഓഫ് ദ പബ്ലിക് ടു ഓഫീസേഴ്സ്. ഇറ്റ് സേവ്സ് ടൈം ആൻഡ് മണി. ജനങ്ങൾക്ക് ഓഫീസസിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ത്രൂ ഈ ഗവേണൻസ് പദ്ധതിയോടുകൂടെ തന്നെ നമുക്ക് അക്ഷയ സെൻറ്റേഴ്സ് വഴിയെല്ലാം ഈസി ആയിട്ട് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് അൺനെസസറി ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളെ സമയം മാത്രമല്ല നമുക്ക് മണി വരെ ലാഭിക്കാം. ഇറ്റ് സേവ്സ് ബോത്ത് ടൈം ആൻഡ് മണി. സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. ചലഞ്ചസ് ടു ഇ ഗവേണൻസ്. എന്തൊക്കെയാണിത് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? So those who live in remote areas with lower e-literacy will face difficulty to access the services of e-governance. സോ അതായത് റൂറൽ ഏരിയാസിൽ ലിറ്ററസി അതായത് നമുക്ക് ഇൻ്റർനെറ്റൊന്നും സേവനങ്ങളൊന്നും യൂസ് ചെയ്യാൻ അറിയാത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പോൾ ഈ ലിറ്ററസി വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു ഏരിയയിലേക്കും നമുക്ക് ഈ ഒരു പദ്ധതികളെ ഈസി ആയിട്ട് എത്തിക്കാൻ സാധിക്കുള്ളൂ. ഈ ലിറ്ററസി മീൻസ് ഇലക്ട്രോണിക് ലിറ്ററസി. Second point,
Security measures are highly required since there is possibility of cyber attack. കാരണം ഗവൺമെൻറ് പദ്ധതികളായതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി നിർബന്ധമാണ്, അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകൾ വരെ വരാം. സോ അത്രയും റിസ്ക് ആണ്, നമ്മൾ ഹൈ സെക്യൂരിറ്റി മെഷേഴ്സ് തന്നെ എടുത്തിരിക്കണം. Third point, integrity of various departments is very much essential for the efficiency and effectiveness of e-governance. E-governance പദ്ധതി ഏറ്റവും വിജയകരമാകണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് തന്നെ നിന്നാൽ മാത്രമേ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സേവനങ്ങൾ ഒരുമിച്ച് തന്നെ ജനങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ ഇത് വൻ വിജയമായി മാറുള്ളൂ. Last one, a huge initial investment and planning are required for the implementation and maintenance of e-governance services. e-government services നടപ്പിലാക്കണമെങ്കിൽ ഒരു വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നടത്തിയാൽ മാത്രമേ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. So these are the challenges to e-governance. Okay.